നമസ്തേ എവരി വൺ. ഇന്ന് വിശേഷപ്പെട്ട ഒരു ടോപ്പിക് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഓഫ് ജാക്ക് ഫ്രൂട്ട്. നമുക്ക് ചക്ക റെഗുലർലി ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ എസെൻഷ്യലായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പലതടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സി ഉണ്ട്, വൈറ്റമിൻ സി നല്ല ക്വാളിറ്റി സി ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ബി ഉണ്ട്, വൈറ്റമിൻ B1 ഉണ്ട്, B3 ഉണ്ട്, B6 ഉണ്ട്. അതുപോലെ നമുക്ക് പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് അയൺ, ഈ മിനറൽസ്, മൈക്രോ മിനറൽസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പൊതുവേ വളരെ ഹൈ ഇൻ വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ എസെൻഷ്യലാണ്. സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നല്ലതാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫൈബറിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ഫൈബറിൻ്റെ ഒരു നല്ല സോഴ്സാണ്. അപ്പോൾ ഡയറ്ററി ഫൈബർ നമുക്ക് കിട്ടാനായിട്ട്, അപ്പോൾ അത് നമുക്ക് ഡൈജഷനും വളരെ നല്ലതാണ്, കോൺസ്റ്റിപ്പേഷനെ ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് മറ്റ് പല ഫ്രൂട്ട്സിനെ പോലെ അല്ല, ഇതിന് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ട്, നല്ല പ്രോട്ടീനുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മസിൽ മെയിൻ്റെനൻസിനും റിപ്പയേഴ്സിനൊക്കെ വളരെ ഇതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ചക്കയിൽ ധാരാളമുണ്ട്. അപ്പോൾ കരറ്റോണോയിഡ് അതിന് ഫ്ലാബിനോയിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് സെല്ലിൻ്റെ മെമ്മറൈസിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനും ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും. അപ്പോൾ ഈ ചക്ക സംതിങ് യൂണിവേഴ്സൽ. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, സൗത്ത് അമേരിക്കയിലുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ മിക്കവാറും നമുക്ക് മാർക്കറ്റിൻ്റെ സെൻസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് പാക്ക് ചെയ്തും അല്ലാതെയൊക്കെ വളരെ ധാരാളം കിട്ടുന്നതാണ്. മിക്കവാറും രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇത് വളരെ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പം തായ്ലൻഡിൽ വളരെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, വിയറ്റ്നാമിൽ ചെയ്യുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ നമുക്ക് ഒരുപാട് ഇത് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ റീജിയനിൽ ആഫ്രിക്കയിലുണ്ട്. ഇത് ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫോർ പൊട്ടാസ്യം ഉണ്ട്, പിന്നെ ഫൈബറുണ്ട്. പിന്നെ ഇത് നമ്മുടെ BP കൂടിപ്പോകാതിരിക്കാനായിട്ട്, കൊളസ്ട്രോൾ ലെവല് കുറച്ച് കുറയാനായിട്ട്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം. പിന്നെ ഇതിന് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗറും ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കും. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് നമുക്ക് ചക്ക കഴിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി പഴുത്തിട്ട് കഴിക്കുന്ന കഴിഞ്ഞും കുറച്ചുകൂടെ നമുക്കത് ഈ പറഞ്ഞതുപോലെ വേവിച്ചും പുഴുങ്ങിയും മറ്റ് പല ക്വസ്റ്റനിൽ കൂടെ ഉണ്ടാക്കി. ഇപ്പോൾ ചക്കയെക്കുറിച്ച് നമ്മൾ തിരയാത്തതുകൊണ്ടാണ് നമ്മുടെ ചക്കപ്പുഴുക്കല്ലാതെ തന്നെ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തുണ്ട്. ബോൺ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. മാഗ്നീഷ്യം നന്നായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം കുറയാനായിട്ട്, കാൽഷ്യം അബ്സോർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് മുതലായതിനെ നമുക്ക് തടയാനായിട്ട് ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ടും, അതുപോലെ ഇൻഫ്ലമേഷൻ പൊതുവേ, അപ്പോൾ നമുക്ക് സെല്ലിൻ്റെ ഇത് പുറമേ ഉള്ള ഇൻഫ്ലമേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പല ക്രോണിക് ഡിസീസസിന് ഇത് നല്ലതാണ്. പൊതുവേ ഇത് ബൈ ആൻഡ് ലാർജ് നമുക്കൊരു ഇമ്മ്യൂൺ സപ്പോർട്ട്, വൈറ്റമിൻ A, C ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ പലപ്പോഴും വരാവുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ക്യാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻസർ ഫോർമേഷൻ വരുമ്പോഴത്തേക്ക് ഇത് ഫൈറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ C ഉള്ളത് കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അപ്പോൾ നമുക്ക് പിന്നെ ഏജിങ്ങിന് ആൻറ്റി ഏജിങ് ആയിട്ട്. പിന്നെ ഈ ചക്കയിൽ നമുക്ക് ഫൈബർ വളരെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് മാനേജ്മെൻറ്റിന് ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിങ്ങനെ ഫുള്ളായതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കഴിച്ച് സ്വല്പം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫുഡ് ഇൻടേക്ക് കൂടുതൽ പോകാതെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ വെർസറ്റൈലായിട്ട് കുക്കിംഗ് മെത്തേഡ്സാണ്. അപ്പോൾ ഇത്
പിന്നെ മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉണ്ടാക്കുന്ന ഇതുണ്ട്, മീറ്റുമായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വീഗൻസും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ വൈറ്റമിൻ സിയുടെയും ബിയുടെയും B6-ൻ്റെയും ഒക്കെ ഒരു കലവറയാണ്, പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെയും. അപ്പോൾ നമുക്ക് ഇതിനെ കാൽഷ്യം ഫുള്ളി ബോഡിയിൽ അബ്സോർവ് ചെയ്യാനായിട്ട്, അയൺ ഫുള്ളി അബ്സോർവ് ചെയ്യാനായിട്ട് ചെറിയ അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു പ്രയോജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കഴിക്കാനായിട്ട് പറ്റും. ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ചില അലർജിക് റിയാക്ഷൻസ്, അപ്പോൾ എന്തെങ്കിലും പിന്നെ നമുക്ക് എന്താണ് പോളൻ, ലാറ്റക്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്രോസ് റിയാക്ഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ പൊതുവെ ഇതൊരു ഹൈ കാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് മോഡറേറ്റ് ആയിട്ട് കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് തന്നെ എപ്പോഴും കഴിക്കുന്നത് ശരിയല്ല, വെയിറ്റ് ഗെയിൻ വരും. പിന്നെ ഈ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരും. അപ്പോൾ അത് നമ്മളനുസരിച്ച് വേണം. ചിലപ്പോൾ വയറ് ബ്ലോട്ടിങ്, ഗ്യാസ്, അപ്പോൾ ഇതൊക്കെ ഹൈ ഫൈബർ കണ്ടൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർക്ക് അത് ഇച്ചിരി കൂടി പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വളരെ പഴുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഇതിൻ്റെ ഹൈ BP പിന്നെ ഒരു ഹൈ ബ്ലഡ് ഷുഗർ കണ്ടൻറ്റ് ഇതിൽ വരാവുന്നത് കൊണ്ട് അപ്പോൾ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടിപ്പോകും. അപ്പോൾ മോഡറേറ്റ് ആയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. പിന്നെ ഇതിന് ചിലപ്പോൾ പലപ്പോഴും ചില മെഡിസിൻസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജാക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന കൂടെ നമ്മൾ മദ്യപിച്ചുകൊണ്ട് കഴിക്കുന്നത് അത്ര സേഫല്ല എന്ന് പറയുന്നു. അപ്പം വളരെ റിസർച്ച്ഡായിട്ടുള്ള എവിഡൻസസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പൊതുവേ ഇതിനൊരു ഇതുണ്ട്. പിന്നെ ഫൈറ്റോ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഒരു ഇതുള്ളത് കൊണ്ട് അതൊക്കെ പൊതുവേ ഒരു ചെറിയ ഒരു സൂക്ഷ്മത വേണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഫുഡ് സംവാട്ട് സേഫായിട്ടുള്ള ഫുഡാണ്. ഇത് നമുക്ക് കൂടുതൽ നട്ട് വളർത്തുന്നതും പിന്നെ പ്രത്യേകമായിട്ട് വളമൊന്നും ചെയ്യാതെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓൾ ദ ബെസ്റ്റ്.